ഭാരതത്തിലെ അതിപുരാതനമായ ശ്രീ വിഷ്ണുമായ സേവാക്ഷേത്രം കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനം. ഗുരുവായൂരിലെ മാടേക്കാവ് എന്ന് പറയുന്ന അതിപുരാതനമായ ഒരു തറവാട്ട് വീട്ടിലാണ്. ഈ മാടേക്കാവിൽ വരാൻ കാരണം വെച്ചാൽ സാധാരണഗതിയിൽ ഗുരുവായൂർ അമ്പലത്തിലുള്ള എല്ലാ നേദ്യങ്ങളും ഉണ്ടാക്കുന്നത് ക്ഷേത്രത്തിനകത്ത് തന്നെയാണ്. വളരെ അപൂർവം ചില നേദ്യങ്ങളാണ് ക്ഷേത്രത്തിന് പുറത്തുനിന്ന് വരിക. അതിൽ ഒരു നേദ്യം, ഭഗവാന് നേദിക്കാനുള്ളൊരു നേദ്യം, തൈര് കൊടുക്കുന്നത് ഈ മാടേക്കാവിലുള്ള തലമുതിർന്ന സ്ത്രീ അംഗങ്ങളാണ്. അവരാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. മാടേക്കാവിലെ ചന്ദ്രമതി അമ്മ, മാടേക്കാവ് സരസ്വതി അമ്മ, മാടേക്കാവ് രമാദേവി അമ്മ. അവർ 3 പേരുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഒരുപാട് ഭഗവാന്റെ അടുത്ത് നിൽക്കുന്ന, ഭഗവാനുമായിട്ട് വളരെ അടുത്ത അഭേദ്യ ബന്ധം പുലർത്തുന്ന ആളുകൾ കൂടിയാണ്. മാടേക്കാവിൽ എങ്ങനെയാണ് ഗുരുവായൂർ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? ഞങ്ങൾ പൂർവികമായിട്ട് അമ്പലപ്പുഴ ഉണ്ടായിരുന്ന ആൾക്കാരാണെന്നാണ് പറയണത്, കേട്ട് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ള ചരിത്രമാണ്. ഞങ്ങൾ അമ്പലപ്പുഴക്കാരാണ് സ്ഥിരം. ഈ ടിപ്പുവിൻ്റെ പടവെട്ട് കാലത്ത് ഗുരുവായൂരപ്പൻ്റെ ബിംബം ഇവിടുന്ന് കൊണ്ടുപോയി അമ്പലപ്പുഴ പുഴയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ടിപ്പുവിൻ്റെ ആ ലഹളയൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്പലപ്പുഴയിൽ നിന്ന് ആ വിഗ്രഹം എടുത്തിട്ട് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ തന്നെ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് ലഹളയൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് വെക്കാനായിട്ട് നോക്കുമ്പോൾ ബിംബം എടുത്തപ്പോൾ കിട്ടിയില്ല എന്ന് പറയുന്നു. അപ്പോൾ അന്ന് ഭഗവാനെ പുഴയിൽ ഇട്ടിരുന്ന ആ സ്ഥലത്ത് ഞങ്ങൾ അമ്പലപ്പുഴ ഉണ്ടായിരുന്ന ഞങ്ങളുടെ പൂർവികർ അവർ ഗുരുവായൂരപ്പനെ കാവലായിട്ട് അവിടെ പുഴയുടെ തീരത്ത് ഒരു മാടം വെച്ച് കെട്ടി കാവലിരുന്നു അത്രേ. അവിടുന്ന് ഈ ബിംബം എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാനെടുക്കുമ്പോൾ കിട്ടിയില്ല. അപ്പോൾ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നെ ഇവിടെ ഇരുന്നിരുന്ന ആൾക്കാരെയും കൂടി അങ്ങോട്ട് ഗുരുവായൂർക്ക് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചാലേ ഞാൻ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ അവിടുന്ന് ഗുരുവായൂരപ്പൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് കൊണ്ടുവന്നതാണെന്നാണ് നമ്മുടെ പൂർവികർ പറഞ്ഞ കേട്ടുകേൾവിയായിരുന്നു. ആ മാടം വെച്ച് കാത്തുകൊണ്ട് ഇരുന്നത് കൊണ്ടാണ് മാടക്കാവിൽ നിന്നുള്ള പേര് ഭഗവാനായിട്ട് തന്നതാണ് എന്നുള്ളതാണ് നമ്മൾക്കുള്ള അറിവ്. മാടം വെച്ച് കാത്ത് ഇരുന്നത് കൊണ്ട് മാടക്കാവിൽ നിന്നുള്ള പേര് ഭഗവാൻ തന്നതാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ ഭഗവാനെ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചിരുന്നത് അവിടുത്തെ പഴയ കുടുംബാംഗങ്ങളായിരുന്നു അല്ലേ? അതെ. അപ്പോൾ അവർ അത്രയും ഭക്തി ഉണ്ടായിരുന്ന ആൾക്കാരാണ് നമ്മുടെ പിൻഗാമികൾ എന്നുള്ളത്. മുന്നേ ഉള്ള ആൾക്കാർ. ഇവിടെ വന്നതിന് ശേഷം ഈ തൈര് നേദ്യം, ഗുരുവായൂരപ്പന് ഉച്ചപൂജയ്ക്ക് നേദിക്കാനുള്ള ഈ തൈര് കൊടുക്കണത് ഞങ്ങളെ ആക്കിയത്. ഇതിൽ ഈ മാടേക്കാവിൽ ആരാണ് ഇത് ചെയ്യുന്നത്? ഈ തൈര് കൊടുക്കുന്നത് എങ്ങനെ? തൈര് കൊടുക്കുന്നത് നമ്മൾ ഇവിടെ പശു ഉണ്ടോ അതോ അമ്പലത്തിലുള്ളതാണോ? എങ്ങനെയാണ്? പശു പണ്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ. പണ്ട് ദേവസ്വത്തുനിന്ന് നമുക്ക് പശുവിനെ തന്നിരുന്നു. അത് ആ കറവ് പറ്റിക്കഴിഞ്ഞാൽ ദേവസ്ഥയിലേക്ക് കൊടുക്കുക, അപ്പോൾ വേറെ പശുവിനെ തരിക, അങ്ങനെയായിരുന്നു അത്രേ. പിന്നീട് അത് നമ്മൾ പാല് ദേവസ്വം തന്നെ നേരിട്ട് തരാൻ ഉള്ള ഒരു ഉണ്ടാക്കി. അങ്ങനെ അവിടെ തന്നെ തന്നാൽ മതി. അവിടെ പശുക്കളുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ആർക്കും പശുവിനെ നോക്കാനും അതിനൊന്നും സൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പശുവിനെ വളർത്തലൊക്കെ നിർത്തി. ദേവസ്വത്തിലെ പാല് കൊണ്ടുവന്ന് അവിടെ വെക്കും. അവിടെ ഞങ്ങളൊക്കെ ഒരു റൂമുണ്ട്. അത് അയ്യപ്പന് തൊഴുത് അങ്ങോട്ട് പോകണം.
ഇടത്ത് വശത്ത് ഒരു തടപ്പള്ളി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു റൂമുണ്ട്. അവിടെ കൊണ്ടുവന്ന് വയ്ക്കും പാല്. ആ പാല് നമ്മൾ കുളിച്ച് ശുദ്ധമായി ചെന്ന് പാല് തിളപ്പിച്ച് ഉറൊഴിച്ച് വയ്ക്കും. പിറ്റേ ദിവസം അത് മേടിച്ച് അകത്തുനിന്ന് തൈരും കണ്ണം മേടിച്ച് അത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് തൈരാക്കിയിട്ട് ഉച്ചപൂജയ്ക്ക് മുമ്പേ നേദിക്കാനായിട്ട് കൊണ്ടു കൊടുക്കും. അത് നിങ്ങൾ 3 പേര് ഒരുമിച്ചാണോ പോകുന്നത്? അല്ലല്ലല്ല, ഞങ്ങളിപ്പോൾ 4 താവഴിയുണ്ട്. പണ്ടൊരു കുടുംബം ഉണ്ടായിരുന്നുള്ളൂ, അത് പിന്നെ അങ്ങനെ ഇതായിട്ട് ഇപ്പോൾ ഞങ്ങൾ 4 താവഴിയുണ്ട്. അതാരൊക്കെയാ? ഒന്ന് ചന്ദ്രവതി അമ്മ, പിന്നെ സരസ്വതി അമ്മ, ഇപ്പോൾ രമാദേവി, രാധിക. രാധികയാണ് നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാത്തത്, ഇപ്പോൾ വരാത്തത്. ഇതില് എല്ലാ 3 പേര് ഒരുമിച്ച് പോകണോ അതോ ഒരുമിച്ചല്ല, ഓരോരുത്തർക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഇത്ര കാലം ഒരാള്, പിന്നെ എത്ര കാലം ഒരാള്. അത് ഞങ്ങളിപ്പോൾ ആർക്കെങ്കിലും ഇന്നലെ ആരാ പോയെ? ഇപ്പൊ പോണത് സരസ്വതി. അന്നത്തെ ദിവസത്തെ ചടങ്ങ് അമ്മ പറയും. ഞാൻ കുളിച്ച് ശുദ്ധമായിട്ട് പോവും. പോയിട്ട് തൈരും കണ്ണം മേടിച്ചു കൊണ്ടുവരും. മേടിച്ചു കൊടുന്നിട്ട് തൈര് തലേ ദിവസം ആക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് ഈ ഉറൊഴിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു കലത്തിലാണ് ഒഴിച്ച് വയ്ക്കുക. ആ കലത്തുനിന്ന് ഈ പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഭഗവാന് നേദിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും ഉച്ചപൂജയ്ക്ക് മുമ്പേ. അത് ഉച്ചപൂജയുടെ മുമ്പേ കൊടുത്തിട്ടാണ് വീട്ടിലേക്ക് വരിക. സാധാരണ എല്ലാ നേദ്യങ്ങളും ഭഗവാന് നേദിക്കാനുള്ള എല്ലാം ഈ തിടപ്പള്ളിക്കകത്താണ് ഉണ്ടാക്കുന്നത് അല്ലേ? അതെ. ഇത് മാത്രമാണ് നമ്മൾ ഇവിടുന്ന് പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റേ കഴകക്കാരുണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ഭഗവാന്റെ നേരെ അനുഗ്രഹം കിട്ടിയ ഒരു കുടുംബമാണ് മാടേക്കാവ് എന്ന് പറയുന്നത്. ഗുരുവായൂരപ്പനുള്ള പൂജാ നിവേദ്യങ്ങളൊക്കെ ബ്രാഹ്മണരല്ലേ ഒരുക്കി കൊടുക്കണത്. അതെ, ഞങ്ങള് നായന്മാരാണ്. നായരാണ്. അമ്മ എപ്പോഴാ പോവാറോ സാധാരണഗതിയിൽ? അമ്പലത്തിലേക്ക് രാവിലെ പോകും. എല്ലാ ദിവസവും പോകാറുണ്ടോ? അധിക ദിവസം പോയിരിക്കും. എല്ലാ ദിവസവും പോകാറുണ്ട്. സാധാരണ ദിവസങ്ങളിൽ ഞങ്ങൾ രാവിലെ പോകും. പോയിട്ട് ഞാൻ തൊഴുത് വരും. അതായത് ആ സമയത്ത് നടക്കുന്നവർ മാത്രം അവിടെ നിന്ന്. ഞങ്ങളൊരു 8-9 മണിയാകുമ്പോൾ പോകും ഞാൻ. അപ്പൊ ഇതിന് എന്തെങ്കിലും ദിവസം നമുക്ക് എന്തെങ്കിലും പ്രതിഫലമോ അങ്ങനെ എന്തെങ്കിലും തരാറുണ്ടോ? ഇല്ല. ഞങ്ങൾക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. നേദ്യച്ചോറാണ് ഗുരുവായൂരപ്പൻ്റെ. പിന്നെ വിശേഷം ഈ ഉത്സവം എന്തൊക്കെ ഉള്ളപ്പോൾ പകർച്ച ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യാറുണ്ട്. അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് വെച്ചിട്ട് ഒരു എത്ര നാളായിട്ടത്, ഒരു കൊല്ലമായിട്ട് ഞങ്ങൾക്ക് ദിവസം എന്ന് പറഞ്ഞിട്ട് അതിനൊരു പ്രതിഫലം തരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട്. കുടുംബത്തിലെ സ്ത്രീകൾ മാത്രമല്ലേ ചെയ്യുന്നത്? സ്ത്രീകൾക്ക് മാത്രം. മുതിർന്ന അംഗങ്ങളൊന്നും വല്ലതും ഉണ്ടോ? ആണുങ്ങൾക്കുള്ളതല്ല, പുരുഷന്മാർക്കുള്ള. അത് തന്നെ ഈ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന സ്ത്രീകളാണോ ചെയ്യണം? അങ്ങനെയല്ല. ഇപ്പോൾ ഞങ്ങളിപ്പോൾ 4 താവഴി ഉണ്ടല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ ശരീരസുഖം പോരാത്തത് കൊണ്ട് ഇപ്പം ഞാൻ പോകണില്ല. അപ്പം എൻ്റെ മകളാണ് പോകണത്. എൻ്റെ ഊഴകാലത്ത് എൻ്റെ മകളാണ് പോണത്. അതിപ്പോൾ വിരകാട്ടിലൊക്കെ താഴെയാണ്. അങ്ങനെ മൂപ്പനുസരിച്ചല്ല, കുടുംബത്തിൽ ആരാ. ഇപ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ പല അസൗകര്യങ്ങൾ കൊണ്ട് വല്ല പലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവുമ്പോൾ നമുക്ക് വേറെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കാം ജോലി. പക്ഷേ കഴിയണത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. മുടക്ക് വരികയാണെങ്കിൽ വല്ലവരെ കൊണ്ടും ചെയ്യിക്കാം. മുടക്കുണ്ടാവുമല്ലോ. ആരെങ്കിലും ഇപ്പോൾ കുടുംബത്തിൽ മരിക്കുകയാണെങ്കിൽ പെല ഉണ്ടാവില്ലേ? 10-16 ദിവസം പെല ഉണ്ടാവും. പ്രസവിച്ച പെല ഉണ്ടാവും. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ മുടക്കുണ്ടാവുമ്പോൾ വേറെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കാം അത്. പക്ഷെ അതിൻ്റെ അവകാശം നമ്മൾ തന്നെ, കഴിയണതും നമ്മൾ തന്നെ ചെയ്യുക. എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്ക്? എന്തെങ്കിലും ഗുരുവായൂരപ്പൻ്റെ പലരും പറയാറുണ്ട്, സ്വപ്നത്തിൽ കാണാറുണ്ട്. അനുഭവം എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് ഗുരുവായൂരപ്പനല്ലേ തരുന്നത്. അപ്പോൾ അത് തന്നെ അത് തന്നെ ഒരു സന്തോഷം, വേറൊന്നുമില്ല. എല്ലാം നമുക്ക് തന്നിട്ടുള്ള ഗുരുവായൂരപ്പനാണ്. എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ, പ്രത്യക്ഷത്തിൽ ഭഗവാൻ പലതും കാണിച്ചു തരാറുണ്ടെന്ന് പറഞ്ഞാറുണ്ട്. ഒരുപാട് അത്ഭുതങ്ങളുള്ള സ്ഥലമാണ് ഇവിടെ. പക്ഷെ ഇതല്ലേ പറയുന്നത്, എല്ലാം നമുക്ക് ഭഗവാന്റെ കാരുണ്യാണ്. അങ്ങനെ അമ്മയ്ക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സരസ്വതി പറഞ്ഞത് തന്നെ ഞാനും പറയുന്നു. അതെ, അങ്ങനെ പറയാനായി അമ്മയ്ക്ക് ചന്ദ്രവതി അമ്മയ്ക്ക് എന്തായാലും ഉണ്ടാവും. അങ്ങനെയുള്ള പ്രത്യക്ഷത്തിലുള്ള അനുഭവങ്ങളൊക്കെ അങ്ങനെ തുറന്നു പറയാം. എല്ലാം തന്നിട്ടുണ്ട്. ഓരോ ഭക്തർക്കും ഭഗവാനെ എത്രത്തോളം വിശ്വസിക്കണം വിചാരിച്ചാൽ അത്രത്തോളം അനുഭവങ്ങളുണ്ടാവും. ഒരു നല്ല അനുഭവം ഇല്ലാണ്ട് ഒരാളെ ആശ്രയിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ചൊന്നും എന്താ പറയില്ലേ, അങ്ങനെ പറയാനില്ല. അതെ, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹങ്ങൾ പലതരത്തിലും ഉണ്ട്. അപ്പോൾ ഓരോരുത്തർ ആവശ്യപ്പെടുന്നത് ഓരോ കാഴ്ചപ്പാടനുസരിച്ചാവും. ഓരോരുത്തരുടെ മനോഗതി എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചല്ലേ ഭഗവാനോട് ചോദിക്കുക. അപ്പോൾ അത് കിട്ടുന്നതായിരിക്കും അവർക്ക് സന്തോഷം.
പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഭഗവാൻ അനുഗ്രഹം തരുന്നുണ്ട് നല്ലോണം. അത് നമ്മൾ വിചാരിക്കണ പോലെയല്ല, നമ്മൾ ചിലപ്പോൾ വിചാരിക്കണേക്കാട്ടിലും കൂടുതലായിട്ട് ഭഗവാൻ തരുന്നുണ്ട്. അത് ഭഗവാന് വേണ്ടിയിട്ട് ഇപ്പം നെയ്യ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ പൂജാദ്രവ്യങ്ങൾ വെണ്ണ കൊടുക്കണം, വെണ്ണ കൊടുക്കുന്നുണ്ട്, വെണ്ണ കൊടുക്കണം, വെണ്ണ തൈര് കൂടാതെ ഇപ്പോൾ അടുത്തൊക്കെ വെണ്ണ കുറച്ച് അടുത്ത കാലമായിട്ട് വെണ്ണ കൊടുക്കുന്നുണ്ട്. അത് വേണം നമ്മൾ ആട്ടുകാരനെ ചെയ്യുന്നത്. വെണ്ണ അല്ല, അവിടെ അത് ആ ഭഗവതി അമ്പലത്തിലേക്ക് പോകണം. അവിടെ ഒരു ആ റൂമല്ലേ തുലാഭാരത്തിന്റെ ഒക്കെ അടുത്ത് അല്ല, അത് വെണ്ണയായിട്ട് നമ്മൾ ആട്ടുകൊന്നും വേണ്ടല്ലോ, വേണം. അവിടെ വേണം പോയി കടഞ്ഞിട്ട് കാച്ചിട്ട് വെണ്ണയായിട്ട് വെണ്ണ കൊടുക്കണം. എടുക്കണം. അത് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. വെണ്ണ എടുത്തിട്ട് അവിടെ പിന്നെ അവിടെ ഏൽപ്പിക്കുക ചെയ്യുന്നത്. വെണ്ണ കൊടുക്കാറുണ്ട്, തൈര്, പിന്നെ അതിലല്ലേ അത്രേ ഉള്ളൂ. പിന്നെ ഈ പിന്നെ മണ്ഡപകാല സമയത്ത് എന്തോ ചെയ്യാറുണ്ടല്ലോ. ആ മണ്ഡലകാലത്ത് പഞ്ചഗവ്യത്തിന് വേണ്ട കോപ്പുകൾ കൊടുക്കുന്നുണ്ട്. അതായത് പാല്, തൈര്, ഗോമൂത്രം, ചാണകം ഇത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ തന്നെ കളക്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ ഭഗവാൻ നമ്മളോട് പറയാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ അത് കൊണ്ട് കൊടുക്കൂ, തരാനായിട്ട് നിങ്ങളെ ചുമതലപ്പെടുത്തി എന്നുള്ളത് അല്ലേ? അത് ദേവസ്വം പറയണതാണ്. ആ അതെ, അത് ആലോചിച്ചു. അങ്ങനെ ഒരു ഭാഗ്യം തരികയാണ്. അതും ചേട്ടൻ ബാക്കിയാണ്. ലിംഗഭേദത്തെ കുറിച്ചൊക്കെ വലിയ ഇത് നടക്കുന്ന സമയത്താണ് നിങ്ങൾ സ്ത്രീകൾ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് തരണം എന്ന് പറയുന്നത്. അതിനെ തലമുതിർന്നതെന്ന് പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ നേരിട്ട് അനുഗ്രഹം വാങ്ങിച്ചവരാണ് മാടേക്കാവിലുള്ളത് എന്നുള്ളത് ഈ പറഞ്ഞ കണക്ക് പുതിയൊരു അറിവും കൂടിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇത് ഇപ്പം നമ്മുടെ കാലശേഷം ഇത് നമ്മുടെ ആൾക്കാർ തന്നെയാണോ തുടരുന്നത്? നമ്മുടെ കാലശേഷം നമ്മുടെ മക്കളുണ്ടാവുമല്ലോ, പെൺകുട്ടികൾക്കുള്ളതാണത്. ആ പുരുഷന്മാരുടെ മക്കൾക്കോ അല്ലെങ്കിൽ വേറെ മറ്റുള്ളവർക്കൊന്നും. ഇപ്പം എനിക്ക് ആങ്ങളമാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കുട്ടികൾക്കോ ഒന്നും അവകാശം. എനിക്ക് പെൺകുട്ടി ഉണ്ടാവണം. അവർക്ക് പെൺകുട്ടികൾക്കുള്ളതാണ് ഈ പെൺകുട്ടി ഉണ്ടായില്ലെങ്കിൽ പെൺകുട്ടി ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത താവഴിയിലേക്ക് പോകും. അത് അങ്ങനെയാണ് ഇതേവരെ അങ്ങനെയാണ് പാരമ്പര്യം കണ്ടു വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ പല താവഴിയും അങ്ങനെ സന്തതി ഇല്ലാതെ, സന്തതി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പെൺകുട്ടികളാണ്. അതാണ് പറയുന്നത്. അപ്പോൾ അവരാണ് ചെയ്യുന്നത്. അത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു മകളേ ഉള്ളൂ, ആ മകൾക്കൊരു മകളേ ഉള്ളൂ, അവൾക്കൊരു കുട്ടിപ്പ് ഉണ്ടായിട്ടുണ്ട്, പെൺകുട്ടി. അമ്മയുടെ കാര്യത്തിലോ? എനിക്ക് ആൺകുട്ടികളാണ്. ഇല്ല. ഞങ്ങളുടെയൊക്കെ ഇപ്പൊ ഇന്ത്യയൊക്കെ അത് കഴിയും. ഇപ്പൊ കഴിഞ്ഞാല് അമ്മയ്ക്കോ? എനിക്കൊരു ആൺകുട്ടി. അപ്പൊ എന്റെ അനുജത്തിക്ക് പെൺകുട്ടികളുണ്ട്. അപ്പം ആരെങ്കിലും കരുതി വെക്കുന്നുണ്ടോ ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? അനിയത്തിമാരുണ്ട്, അനിയത്തിയുണ്ട്. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് കുളത്തിൽ നിന്ന് അവിടെ ക്ഷേത്ര കുളത്തിൽ നിന്ന് ഇറനോടെ വേണം പോകേണ്ടിയിരുന്നു. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. അതൊന്നുമില്ല. ഇപ്പൊ എന്താ വെച്ചാൽ ആ കുളം തന്നെ എന്താ പറയില്ലേ, അതിൽ കുളിക്കാൻ വീട്ടിൽ നിന്ന് കുളിക്കുക. ഞങ്ങൾ കുളിച്ചിട്ട് വേറെ തോരയിടും. വേറെ രാവിലെ 8 മണി കഴിഞ്ഞാൽ കുളിച്ചിട്ട് വേറെ 8-8:30 പോകും. കാരണം തൈര് കൊടുക്കുമ്പോൾ ഒരു 8:30 പോയി. അപ്പൊ തലേന്ന് ഇത് നമ്മൾ എടുത്തു വെച്ചു, തലേന്ന് ഇടും. അതേ ഇടുള്ളൂ, അല്ലാണ്ട് വീട്ടില് പിന്നെ കിടക്കില്ല. അതായത് അപ്പൊ ഇന്ന് തലേന്ന് അവിടെ വെച്ചിരിക്കോ? അത് എടുത്തു തലേന്ന് നമ്മൾ വെച്ചിരിക്കോ അവിടെ? കുളിച്ച് ശുദ്ധമായിട്ട് തോരയിടും. കുളിച്ച് പിന്നെ ആ റൂമിൽ കിടക്കുക, തൊടുകയൊന്നും ചെയ്യില്ല. അമ്പലത്തിലേക്ക് പോവാനായിട്ട് ഒരുങ്ങുമ്പോൾ ഞങ്ങൾ ഒരു സെപ്പറേറ്റ് റൂം വെച്ചിരിക്കും, അവിടെ ചെയ്യും. പിന്നെ അതൊന്നും തൊടില്ല. അങ്ങനെ തന്നെ കുളിച്ച് അമ്പലത്തിൽ പോയി തൈര് കൊടുത്ത് വന്നതിന് ശേഷം. മണ്ഡലകാലം അല്ലാതെ വേറെ സമയത്തോ? പിന്നെ ഈ ഉത്സവ കലശം, ഉത്സവത്തിൻ്റെ കൊടിയേറ്റത്തിൻ്റെ മുന്നോടിയായിട്ട് ഒരു 7 ദിവസം കലശുണ്ട് അമ്പലത്തിൽ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് പലപ്പോൾ പല സമയത്ത് നേരത്തെ തന്നെ കൊടുക്കണം. അതിപ്പോൾ ഇവർക്കാണ് ഇക്കൊല്ലത്തെ കലശമൊക്കെ സൃഷ്ടിക്കുന്നത്. 5 മണിക്ക് കൊടുക്കണം. അമ്മ തന്നെയാണോ ഇതെല്ലാം ചെയ്യുന്നത്? നേരത്തെ പോകും. എത്ര മണിക്കാണ് പോകുന്നത്? ഒരു 5 മണിയാകുമ്പോഴേക്കും അവിടെ എത്തും കുളിച്ചിട്ട്. അതൊരു 1-2 ദിവസമേ വേണ്ടു 5 മണിക്ക് നേരത്തെ. ഭഗവാനെ പല രൂപത്തിൽ ഒരുക്കിയ അലങ്കാര പ്രിയനാണ് അദ്ദേഹം. എപ്പോഴാണ് ഭഗവാൻ ഏറ്റവും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഉച്ചപൂജ കഴിഞ്ഞിട്ട്. ഉച്ചപൂജ കഴിഞ്ഞിട്ടില്ല ഏത് രൂപത്തിൽ നിൽക്കുന്ന? പല രൂപവും കാണാറുണ്ട് ഉച്ചപൂജ കഴിഞ്ഞാൽ. ഉച്ചപൂജ കഴിഞ്ഞാൽ പലതായിട്ട് കാണും, നല്ല ഭംഗിയാണ്. അത് മിക്കവാറും പോകും വൈകുന്നേരം ആകുമ്പോൾ തൊഴാൻ വേണ്ടിയിട്ട് മാത്രം. അത് അലങ്കാരം വൈകുന്നേരം വരെ ഉണ്ടാവും. വൈകുന്നേരം പോയാൽ കാണാം. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഏതാ? ഭഗവാൻ ഏത് രൂപത്തിൽ കാണാനാ? എനിക്ക് ഭഗവാനെ കാലത്തെ ഉണ്ണിക്കണ്ണനായിട്ട് ഉഷപൂജ അതെ പൊന്നങ്കിങ്ങനെയും പട്ടുകോണൊക്കെ കൊടുത്തിട്ടുള്ള ആ രൂപത്തിൽ കാണാനാണ് എനിക്കിഷ്ടം. ബാലനായിട്ട്. അതെ. അമ്മയ്ക്ക് ഉഷപൂജ കഴിഞ്ഞിട്ട് രാവിലത്തെ. അല്ലേ? എല്ലാരും പല രീതിയിലാണ്. രാവിലെ പോയിട്ട് കാണും, അത് വൈകുന്നേരം പോയിട്ട് അലങ്കാരത്തോട് കൂടി. സ്വപ്നത്തിൽ വന്നെന്തെങ്കിലും കുസൃതിയെ കാട്ടാറുണ്ടോ? ഇല്ല, വൈകുന്നേരം ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അത് മിക്കവാറും പോവും, മുഴുവൻ എല്ലാ ദിവസവും പോകാൻ പറ്റില്ല. ഇങ്ങനൊരു വലിയ നമുക്കൊരു അനുഗ്രഹം കിട്ടിയപ്പോഴും ഭഗവാനോട് എന്താ പറയാറ്? ശരിക്കും ചെന്ന് പ്രാർത്ഥിക്കുന്ന എന്താണ്? ഒന്നും പ്രാർത്ഥിക്കാറില്ല. കുട്ടികൾക്ക് നല്ല ബുദ്ധി തോന്നിക്കുക, നന്നായി വരിക,
അത് മാത്രമേ ആവശ്യമുള്ളൂ. അമ്മയോ? ഭഗവാനോട് പ്രത്യേകിച്ചൊന്നും ആവശ്യപ്പെടാറില്ല. എല്ലാം അറിയണത് ഭഗവാൻ. അതല്ലേ പറയണത്. നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിഞ്ഞ് ഭഗവാന്റെ മനസ്സറിഞ്ഞ് എന്താ അനുഗ്രഹം തരുന്നത്, അത് സന്തോഷം. അമ്മയ്ക്കോ? അങ്ങനെ തന്നെ അതെ. ഭഗവാനോട് അനുഗ്രഹിക്കും തന്നെ. അതെ. ഇങ്ങനെ ഒരു ഭാഗ്യം തന്നേനും സന്തോഷം. അതെ അതെ. ഈ ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന് നേദിക്കാനുള്ള നിവേദ്യം കൊടുക്കാനൊക്കെ ഭാഗ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ വലിയ പുണ്യങ്ങളാണ്. ആ പുണ്യം ചെയ്ത അമ്മമാരോടൊപ്പം ഇരിക്കാൻ കഴിയുന്നത് ഞങ്ങളുടെയും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഈ പറഞ്ഞ പോലെ ഭഗവാൻ ഇനിയും അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചൊരിയട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം.